ഹായ്, നമുക്ക് പത്തനംതിട്ടക്കാരുടെ മീൻകറി ഉണ്ടാക്കിയാലോ? അതിനായി 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും മിക്സിയിൽ ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. അതിനുശേഷം ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുകിടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ 2 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഈ പച്ചമുളകിന് നല്ല എരിവാണ്. നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യാനുസരണം നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. തീ കുറച്ച് വെച്ച് നന്നായി പച്ചമുളകൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മുന്നേ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം നന്നായി കുറഞ്ഞിരിക്കണം. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ച മണം മാറണം. അതിനുവേണ്ടി നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ കറിയിലേക്ക് ഇടാനുള്ള പുളി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുതിർത്ത് വെച്ച വെള്ളത്തോടു കൂടെ നമുക്ക് മീൻ കറിയിലേക്ക് ആ പുളി ചേർക്കാവുന്നതാണ്. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. മീൻ ചാറ് കുറച്ചും കൂടെ വേണം എന്നുള്ളവർ മീനിൻ്റെ അളവിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഉപ്പ് ചേർക്കുക. ഉപ്പ് അവരവരുടെ ആവശ്യാനുസരണം. ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം നന്നായി കൂട്ടി വെച്ച് അതൊന്ന് തിളയ്ക്കട്ടെ. അത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഫ്ലെയിം ഒന്ന് കുറച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഓരോന്നോരോന്നായി ചേർക്കാവുന്നതാണ്. മീൻ ചേർത്തതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്പൂണിട്ട് വല്ലാതെ ഇളക്കരുത്. മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. നമ്മൾ പതുക്കെ മീനിട്ടതിന് ശേഷം നന്നായി പതുക്കെ ഒന്ന് അനക്കി കൊടുക്കാവേ ചെയ്യാവൂ. മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മീനെല്ലാം ഇട്ടതിന് ശേഷം തീ കുറച്ച് അടച്ച് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യാനുസരണം വീണ്ടും ചേർക്കാവുന്നതാണ്. നമ്മുടെ മീൻകറി നല്ല റെഡിയായി തിളച്ച് വന്നിരിക്കുകയാണ്. ടേസ്റ്റും അടിപൊളിയാണ്.